ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 13, വിശുദ്ധ എവുപ്രാസിയ. റോമിനെ ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റിയെടുത്ത തെയോഡോറിയസ് ചക്രവർത്തിയുടെ കാലഘട്ടം. ചക്രവർത്തിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു പ്രഭുവിന്റെ മകളായിരുന്നു വിശുദ്ധ എവുപ്രാസിയ. അവളുടെ ജനനത്തിന് ശേഷം ഏറെ വൈകാതെ പ്രഭു മരിച്ചു. എവുപ്രാസിയയ്ക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ചക്രവർത്തി തന്നെ മുൻകൈയെടുത്ത് റോമിലെ ഒരു പ്രമുഖ സെനറ്ററിയുടെ മകനുമായി അവളുടെ വിവാഹം മുൻകൂട്ടി നിശ്ചയിച്ചു. 2 വർഷത്തിന് ശേഷം ഈജിപ്തിലെ ആശ്രമത്തിലേക്ക് അമ്മയോടൊപ്പം അവൾ താമസം മാറ്റി. അമ്മയുടെ പേര് എവുപ്രാസി എന്ന് തന്നെയായിരുന്നു. സസ്യങ്ങളും പയറും കഴിച്ചാണ് അവർ അവിടെ കഴിഞ്ഞിരുന്നത്. ഒരിക്കൽ അമ്മയുടെ അടുത്തെത്തി താനും സന്യാസ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നതായി എവുപ്രാസിയ പറഞ്ഞു. അവളെ യേശുവിന്റെ ചിത്രത്തോട് ചേർത്ത് നിർത്തി ആ അമ്മ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇതാ ഇവളെ സ്വീകരിക്കുക. അങ്ങനെയാണ് ഇവൾ തേടുന്നത്, അങ്ങേ മാത്രമാണ് ഇവൾ സ്നേഹിക്കുന്നത്. അധികം വൈകാതെ തന്നെ അമ്മയും മരിച്ചു. എവുപ്രാസിയയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ അപ്പോഴത്തെ ചക്രവർത്തിയായ അരേക്കഡിയസ് അവളെ വിളിപ്പിച്ചു. മുൻപ് തീരുമാനിച്ചിരുന്ന വിവാഹം കഴിക്കാൻ അവളോട് ആജ്ഞാപിച്ചു. എന്നാൽ തന്നെ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് അവൾ അപേക്ഷിച്ചത്. തന്റെ മുഴുവൻ സ്വത്തുക്കളും വിറ്റ് അവ പാവപ്പെട്ടവർക്കും അടിമകളെ സ്വതന്ത്രമാക്കുവാനും ഉപയോഗിക്കുവാൻ അവൾ അഭ്യർത്ഥിച്ചു. തുടർന്ന് ചക്രവർത്തി വിവാഹത്തിൽ നിന്ന് അവളെ ഒഴിവാക്കാൻ അനുവദിച്ചു. ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു എവുപ്രാസിയയുടെ വിശ്വാസത്തിന്റെ അടിത്തറ. ചില ദിവസങ്ങളിൽ ഒരിടത്ത് നിന്ന് കല്ലെടുത്ത് മാറ്റി മറ്റൊരിടത്ത് വെക്കും. പിന്നീട് വീണ്ടും അതേ സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുക അവളുടെ പതിവായിരുന്നു. ഒരു ദിവസം നിരവധി തവണ ഇങ്ങനെ ആവർത്തിക്കും. ദുശ്ചിന്തകളെയും ദുരാഗ്രഹങ്ങളെയും നേരിടുന്നതിന് വേണ്ടിയായിരുന്നു എവുപ്രാസി ഇങ്ങനെ ചെയ്തിരുന്നത്. ഈ ദിവസം ദുശ്ചിന്തകളിൽ നിന്നും ദുഷ്പ്രേരണകളിൽ നിന്നും നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.